സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഓരോ ഇമേജിൻ്റെയും ബൈനറി, ഗ്രേ സ്കെയിൽ, കളർ ഓരോ ഇമേജിൻ്റെയും പ്രോപ്പർട്ടീസ് ആണ്. സോ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു പ്രോപ്പർട്ടീസ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ ചെയ്ത് നോക്കാം. സോ നമ്മൾ ആദ്യം ബൈനറി ഇമേജിൻ്റെ ആണ് നോക്കുന്നത്. നമ്മളിവിടെ image1 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം അത് റീഡ് ചെയ്യുന്നു, cv.im റീഡ്. ഇതിനുള്ളിൽ നമ്മുടെ ബൈനറി ഇമേജിൻ്റെ പേര് binary.jpg എന്നാണ്. ഗ്രേ സ്കെയിൽ ആയിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലാഗ് 0 എന്ന് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് ഷോ ചെയ്യിക്കാം, cv.im ഷോ. ഇതിനുള്ളിൽ നമ്മൾ നമ്മുടെ വിൻഡോ നെയിം കൊടുക്കുന്നു ബൈനറി, അതുപോലെ കോമ കൊടുത്ത ശേഷം നമ്മുടെ ഇമേജ് നെയിം കൊടുക്കുന്നു image1. ശേഷം നമുക്ക് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് റൺ ചെയ്യാം. സോ നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബൈനറി ഇമേജ് ഇവിടെ ഓപ്പൺ ആയി വരും. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ടൈപ്പാണ്. ഇത് എന്ത് ടൈപ്പാണ് നമ്മൾ നോക്കുന്നു. സോ നമ്മളിവിടെ പ്രിൻറ്റിൽ നമ്മൾ ടൈപ്പ് ഓഫ് image1. സോ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളൊരു im റീഡ് എന്ന് പറയുന്ന OpenCV ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മളൊരു ഇമേജ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിട്ടേൺ ചെയ്യുന്നത് ഒരു നമ്പൈ അറേ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്പൈ ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരുപാട് ഓപ്പറേഷൻസ് നമുക്ക് നമ്മുടെ ഇമേജിൻ്റെ മുകളിൽ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ OpenCV പഠിക്കുന്നതിന് നമ്പൈ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. നമ്മുടെ ചാനലിൽ നമ്പൈയുടെ ട്യൂട്ടോറിയൽ ഉണ്ട്. നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. നമ്പൈ അറിയാത്തവരാണെങ്കിൽ അത് പഠിച്ചതിന് ശേഷം OpenCV പഠിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. സോ നമ്മളിവിടെ പറഞ്ഞു, നമ്മൾ im റീഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ടൈപ്പ് എന്ന് പറയുന്നത് ഒരു നമ്പൈ അറേ ആയിരിക്കും. സോ നമുക്കത് സേവ് ചെയ്ത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ക്ലാസ് numpy.nd അറേ അഥവാ n ഡയമെൻഷണൽ അറേ. സോ നമുക്ക് തൽക്കാലം ഈ ഇമേജ് ഷോ ചെയ്യുന്നത് നമുക്ക് കമൻറ്റ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് ഒരു നമ്പൈ അറേയാണ്, n ഡയമെൻഷണൽ അറേയാണ്. സോ ഇതായിരുന്നു നമ്മൾ ആദ്യം നോക്കിയത് അതിൻ്റെ ടൈപ്പ് ആയിരുന്നു. രണ്ടാമതായി നോക്കുന്നത് നമ്മൾ അതിൻ്റെ ഷേപ്പാണ്. നമ്മൾ നമ്പൈ പഠിച്ച സമയത്ത് പഠിച്ചിരുന്നു ഷേപ്പൊക്കെ, ഒരു അറേയുടെ ഷേപ്പ് എങ്ങനെ കാണാമെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. സോ നമ്മളിവിടെ img1.shape നമ്മൾ ചെക്ക് ചെയ്യുന്നു, സേവ് ചെയ്യാം, റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഷേപ്പ് നമുക്ക് ലഭിക്കുന്നത് 427/640 ആണ്. സോ ഇതിൻ്റെ നമ്മുടെ ഇമേജ് നമ്മളൊന്നും കൂടി റൺ ചെയ്യാം. സോ ഒരു ഇമേജിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 427 പിക്സൽസ് ആണ്. അതുപോലെ വിഡ്ത് എന്ന് പറയുന്നത് 640 ആണ്. അതാണ് നമുക്കിവിടെ ലഭിച്ച ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു 2 ഡയമെൻഷണൽ അറേ ആണ്, ഒരു 2 ഡയമെൻഷണൽ അറേ ആണ്. അതുപോലെ നമുക്ക് അടുത്തതായി നോക്കുന്നത് ഇതിൻ്റെ ഡാറ്റ ടൈപ്പാണ്, emg.dtype. അതുപോലെ നമുക്കിതിൻ്റെ സൈസ് കൂടി കൊടുക്കാം, emg1.size. സൈസ് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ പിക്സൽ സൈസ് ആയിരിക്കും ലഭിക്കുക. ഓക്കെ, അതിന് ശേഷം സേവ് ചെയ്ത് നമുക്ക് റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കിയാൽ കാണാം നമ്മുടെ ടോട്ടൽ പിക്സൽ ഇതിൽ 273280 പിക്സലാണ് ടോട്ടൽ ഉള്ളത്. അതാണ് ഇതിൻ്റെ അറേയുടെ സൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പിക്സൽ സൈസ് എന്ന് പറയുന്നത് അൺസൈൻഡ് ഇൻറ്റിജർ 8 ബിറ്റ്സ് ആണ്. സോ നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു, 8 ബിറ്റ്സ് ആണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വാല്യൂ 0 അല്ലെങ്കിൽ 255 ആയിരിക്കാം. 0 ഉള്ള ഭാഗം ബ്ലാക്ക് ആയിരിക്കും, അതുപോലെ 255 ഉള്ള ഭാഗം വൈറ്റ് ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, 427/640 പിക്സൽസ് ആണുള്ളത്. അതുപോലെ ഇതൊരു നമ്പൈ അറേ ആണ്, ബേസിക്കലി ഒരു നമ്പൈ അറേ ആയിട്ടാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഉദാഹരണമായി നമുക്കിതിൻ്റെ ഈ ഒരു ഇമേജ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ നമ്പൈ അറേ ആയതുകൊണ്ട് തന്നെ ഈ അറേ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. നമ്മളിവിടെ പ്രിൻറ്റ് img1 എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു, റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അറേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ നമുക്കിവിടെ 255 മാത്രം കാണാൻ സാധിക്കുന്നത് ഈ സ്റ്റാർട്ടിങ്ങും അതുപോലെ നമ്മുടെ അറേയുടെ സ്റ്റാർട്ടിങ്ങും അവസാന ഭാഗം മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമുക്കിതുപോലെ 255 എന്ന് കാണിക്കുന്നത്. അതായത് വൈറ്റ് ഉള്ള ഭാഗം മാത്രമാണ് നമുക്കിപ്പോൾ കാണുന്നത്. നമ്മൾ അറേ മുഴുവനും പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗമൊക്കെ കാണാൻ സാധിക്കും. അത് ഒരു വലിയ അറേ ആയിരിക്കും, 427 റോസും അതുപോലെ 640 കോളംസുമുള്ള ഒരു വലിയ അറേ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഫസ്റ്റ് ഭാഗവും ലാസ്റ്റ് ഭാഗവും ഇതുപോലെ പ്രിൻറ്റ് ചെയ്യുന്നത്. സോ ഈ രീതിയിൽ നമ്മളൊരു ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ബേസിക്കലി OpenCVയിൽ നമ്മളൊരു ഇമേജ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നമ്പൈ അറേ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്പൈ അറേയുടെ എല്ലാ ഓപ്പറേഷൻസും പ്രോപ്പർട്ടീസും എല്ലാം നമുക്ക് ഈ ഒരു ഇമേജിന് മുകളിലും ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഗ്രേ സ്കെയിൽ ഇമേജ് ആണ്. സോ നമ്മൾ ഇത്രയും ഭാഗം ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്ത ശേഷം നമ്മൾ ഗ്രേ സ്കെയിലിൻ്റെ ഭാഗത്ത് വരുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഇത്രയും ഭാഗം നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല, നമുക്ക് കമൻറ്റ് ചെയ്യാം, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. സോ നമ്മൾ ബൈനറി ഇമേജിന് പകരമായി നമ്മൾ ഗ്രേ സ്കെയിലാണ്. സോ നമ്മളിവിടെ ഗ്രേ എന്ന് കൊടുക്കുന്നു. ഫ്ലാഗ് നമ്മൾ 0 എന്ന് തന്നെ കൊടുക്കുന്നു. എന്നിരുന്ന 0 എന്ന് കൊടുത്താൽ മാത്രമേ അത് ഒരു ഗ്രേ സ്കെയിലായിട്ട്
അത് റീഡ് ചെയ്യുകയുള്ളൂ. ബൈനറിക്ക് പകരമായി നമ്മളിവിടെ വിൻഡോ നെയിം ഗ്രേ എന്ന് കൊടുക്കുന്നു, ഗ്രേ. സോ ഇത്രയും കൊടുത്ത് സേവ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണോ ഡീറ്റെയിൽസ് ലഭിക്കുന്നതെന്ന് നോക്കാം. സോ നമുക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ പിക്ചർ ഇവിടെ ഇമേജ് നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ഇതിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്, അതായത് ഇതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്പർ n ഡയമെൻഷണൽ അറേ ആണ്. അതുപോലെ ഇതിൻ്റെ സൈസ് നമുക്കിവിടെ കാണാം 427, 640, 427 റോസും 640 കോളംസും ഉള്ള ഒരു അറേ ആണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇൻറ്റിജർ 8 ബിറ്റ്സ് ഇൻറ്റിജർ ആണ്. ഇതിൻ്റെ ടോട്ടൽ പിക്സൽ സൈസ് ആണ് നമ്മളിവിടെ കാണുന്നത്. അതായത് 427 മൾട്ടിപ്ലൈ ബൈ 640 ആ ഒരു റിസൾട്ടാണ് നമ്മളിവിടെ ടോട്ടൽ പിക്സൽ നമുക്ക് ലഭിച്ചത്. അതിൻ്റെ അറേ വാല്യൂസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ഇപ്പോൾ നമ്മളുടെ അറേ വാല്യൂസ് നിങ്ങൾക്ക് കാണാം, വ്യത്യസ്ത തരത്തിലുള്ള അറേ വാല്യൂസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഇത് ഗ്രേ സ്കെയിൽ ഇമേജ് ആണ്. ഇതിലെ പിക്സൽ വാല്യൂ എന്ന് പറയുന്നത് 0ക്കും 255നും ഇടയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും. 0 ആണെങ്കിൽ കംപ്ലീറ്റ് ബ്ലാക്ക് ആയിരിക്കും, 255 ആണെങ്കിൽ കംപ്ലീറ്റ് വൈറ്റ് ആയിരിക്കും. സോ ഇതിൻ്റെ ഇടയിലുള്ള വാല്യൂസ് കാണാൻ കാരണം നമ്മൾ ഇതിനിടയിലുള്ള ഈ ഷെയ്ഡ്സ് ഓഫ് ഗ്രേസ് കളർ അടങ്ങിയിട്ടുള്ള കളറാണ് അധികവും ഉള്ളത്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള 185, 184, 167 തുടങ്ങിയ നമ്പേഴ്സ് കാണാൻ സാധിക്കുന്നത്. സോ അതിനർത്ഥം അത് പ്യുവർ വൈറ്റുമല്ല, പ്യുവർ ബ്ലാക്കുമല്ല, അതിനിടയിലുള്ള നമ്മൾ ഈ കാണുന്ന തരത്തിലുള്ള ഒരു ഷെയ്ഡ്സ് ഓഫ് ഗ്രേ അടങ്ങിയിട്ടുള്ള ഒരു കളറാണ്. ഇതായിരുന്നു ഗ്രേ സ്കെയിൽ ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കളർ ഇമേജിൻ്റെ നോക്കാം. സോ നമുക്ക് താഴെ വരാം. ഇത്രയും ഭാഗം നമുക്ക് കോപ്പി ചെയ്യാം, കമൻറ്റ് ചെയ്യാം. താഴെ കളറിന് ഭാഗത്ത് വരാം. കളറിന് ഭാഗത്ത് വന്ന് നമുക്ക് പേസ്റ്റ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ബേഡ് എന്ന് പറയുന്ന ആ ഒരു ഇമേജാണ്, bed.jpg. നമുക്കിവിടെ 0 ആവശ്യമില്ല. സോ നമ്മൾ കളർ ഇമേജാണ് നമ്മൾ ഷോ ചെയ്യിക്കുന്നത്. സോ നമ്മളിവിടെ ബേഡ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കളർ ഇമേജ് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ ഒന്ന് നോക്കിയാൽ കാണാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു n ഡയമെൻഷണൽ അറേ ആണ്. പക്ഷേ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമുക്ക് 3 എലമെൻറ്റ്സ് ആണ് ഇതിൻ്റെ ഷേപ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്പറിൽ പഠിച്ചിരുന്നു 3 എലമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു 3 ഡയമെൻഷണൽ അറേ ആണ്. സോ ആദ്യത്തെ 427 സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ റോസ് ആണ്, എത്ര റോസ് ഉണ്ടെന്നാണ്. അതുപോലെ 640 എത്ര കോളംസ് ഉണ്ടെന്നാണ്. 3 സൂചിപ്പിക്കുന്നത് കളർ ചാനൽസ് ആണ്. റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് പറയുന്ന RGB കളർ ചാനൽസ് ആണുള്ളത്. നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ പഠിച്ച ഒരു കളർ ചാനൽസ് ആണ് ഈ 3 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്, അഥവാ പിക്സൽ സൈസ് എന്ന് പറയുന്നത് ഇൻറ്റിജർ 8 ആണ്. സോ ഇതിൻ്റെ നമ്പർ ഓഫ് പിക്സൽ, ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് എന്ന് പറയുന്നത്, അഥവാ ഇതിൻ്റെ അറേയുടെ സൈസ് എന്ന് പറയുന്നത് ഈ കാണുന്ന നമ്പറാണ്. സോ ബാക്കി നമ്മൾ അറേ പ്രിൻറ്റ് ചെയ്തപ്പോൾ ഇതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള നമ്പേഴ്സ് കാണുന്നുണ്ട്. ഓരോ കളർ ചാനലിലെയും ഓരോ പിക്സലിൻ്റെയും വാല്യൂ ആണ്. ഓരോ പിക്സലിലും നമുക്ക് 3 വാല്യൂസ് ഉണ്ടായിരിക്കും. റെഡ്, ഗ്രീൻ, ബ്ലൂ ഒരു വാല്യൂസാണ് നമ്മളിവിടെ കാണുന്നത്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ഓരോ പിക്ചറിൻ്റെയും പ്രോപ്പർട്ടീസ് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. സോ നമ്മളിതിൽ പ്രധാനമായും പഠിച്ചത്, നമ്മൾ OpenCV റീഡ് ചെയ്യുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് ഒരു നമ്പർ അറേ ആയിരിക്കും. സോ നമ്പർ അറേയുടെ ഷേപ്പും അതുപോലെ ഡാറ്റ ടൈപ്പും സൈസും ഒക്കെ നമുക്കിതുപോലെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്.